ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനെ, നിങ്ങളെ ഏറ്റവും ആർദ്രമായി കെട്ടിപ്പിടിച്ച ഒരു മനുഷ്യനെ ചേർത്ത് വെക്കൂ, ഓർത്തെടുക്കൂ. അവരുടെ കരം പിടിച്ചത് കൊണ്ട് മാത്രമല്ലാതെ ആ വെള്ളപ്പൊക്കങ്ങളുടെ പെരുംകാലങ്ങൾ നമ്മൾ മുറിച്ചു കിടക്കുമായിരുന്നു. ഓർമ്മകളുടെ തടവറകളിൽ പരാജയങ്ങൾ കണ്ണുനീര് വീഴ്ത്താതിരിക്കാൻ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെ കൂടി നമുക്ക് ഓർക്കാം. ആലിംഗനങ്ങളുടെ പ്രവാചകനായ ജിബ്രാനെ ഓർത്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാം. സമുദ്രത്തിന്റെ മാർത്തട്ടിലേക്ക് പ്രവേശിക്കാൻ നദി തയ്യാറായി നിൽക്കുകയാണ്. ഭയപ്പെട്ടു പോയി നദി. ഈ സമുദ്രത്തിന്റെ മാർത്തട്ടിൽ പ്രവേശിച്ചാൽ ഞാൻ അപ്രത്യക്ഷനാകുമല്ലോ. തിരികെ നോക്കൂ, ഏതു വഴിയിലൂടെയാണ് നീ വന്നത്? വൻകരകൾ, ചെങ്കുത്തായ മലനിരകൾ, മഹാമേരുക്കളായ പർവ്വതങ്ങൾ, അവയെല്ലാം കടന്നു വന്ന നിനക്കോ ഭയം? അവയെല്ലാം കടന്നു വന്ന നിനക്കോ ഭയം? നദി നോക്കുകയാണ്. ഈ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ അപ്രത്യക്ഷനാകുമോ എന്ന ഭയം ഈ നിമിഷമില്ലാതെയാകുന്നു. നദി തിരിച്ചറിയുകയാണ്, ഈ സമുദ്രത്തിന്റെ മാർത്തട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ അപ്രത്യക്ഷനാവുകയല്ല, മറിച്ച് ഞാൻ ഈ സമുദ്രമായി തീരുകയാണ്. മനുഷ്യരെ, ഓർമ്മകളുടെ ഉറവകളിൽ നിങ്ങൾക്ക് തണുപ്പ് തന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കൂ. നീയാണ് സമുദ്രം. അഭിവാദ്യങ്ങൾ.